എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരത്തിലായിരുന്നു. കടുത്ത നടപടികളുമായി മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. അമൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അമൽ, പ്രശ്നം ഗുരുതരമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എങ്ങനെ ഇടപെടുന്നു? വിജയ്, ഓൾ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരും ഒപ്പം തന്നെ ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്ന പരിഹാരം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഓൾ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരുടെയും ജീവനക്കാരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ അത് പരിഹരിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 30ഓളം ജീവനക്കാരെയും ഒപ്പം തന്നെ കേരളത്തിൽ 6ഓളം ജീവനക്കാർക്കെതിരെയുമാണ് നടപടിയെടുത്തത്. ഇവരെയാണ് നിലവിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ അവധിയെടുത്ത മറ്റ് ജീവനക്കാരോട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുന്നെയായി സർവീസിൽ തിരിച്ചെത്തണമെന്നും ഓൾ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ സർവീസിൽ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഇവർക്കെതിരെയും ശക്തമായ നടപടിയിലേക്ക് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ ഈ അധികൃതരും ജീവനക്കാരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയാണ്. ദില്ലിയിൽ ഇന്ന് 2 മണിക്ക് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഫിജി. ശരി അമൽ.